നമസ്കാരം. 2026 വിഷു ഫലം. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാര്. ഈ വിഷു വർഷം എന്ന് പറയുന്നത് 2026 വിഷു ഫലമനുസരിച്ച് ശാരീരികവും മാനസികവുമായിട്ടുള്ള ധാരാളം ക്ലേശങ്ങൾ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വരവ് ചെലവുകളൊക്കെ തുല്യമായിരിക്കുമെങ്കിലും സാമ്പത്തിക പരാധീനത വർഷാവസാനത്തോടുകൂടി വന്നുപെടുന്നതാണ്. അങ്ങനെ പരാധീനത വരാതിരിക്കാനായിട്ട് സാമ്പത്തിക കാര്യങ്ങളിൽ വിജിലൻ്റ് ആവുക. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയും. വർഷത്തിൻ്റെ മധ്യത്തിലെ ചിലവുകൾ കൂടുന്നതാണ്. കുടുംബ സൗഖ്യവും സന്തോഷവും നിലനിൽക്കുന്നതാണ്. സന്താന ഭാഗ്യം പ്രതീക്ഷിക്കാം. ഈ വർഷം സന്താനങ്ങളെ കാത്തിരുന്നിട്ട് കിട്ടാത്തവർക്ക് സന്താന ഭാഗ്യം കൈവരുന്നതാണ്. ബിസിനസ് രംഗത്ത് നല്ല ആദായം പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാനായിട്ട് ഈ വർഷാവസാനം സാധിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ തീരുമാനിക്കുമെങ്കിലും ചില തടസ്സങ്ങളെയൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരാം. സാമ്പത്തികമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് തടസ്സമൊക്കെ ഉണ്ടാകാം. സന്താനങ്ങളെക്കുറിച്ച് ഓർത്ത് വ്യാകുലത പൂണ്ട് ഉത്കണ്ഠാകുലരാകുന്ന ഒരു സമയമാണ് മാതാപിതാക്കൾക്ക് ഈ ഒരു വർഷം. ചിട്ടിപ്പണം ലഭിക്കാനും ബാങ്ക് ലോണുകളൊക്കെ ലഭിക്കാനൊക്കെ യോഗം കാണുന്നു. വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചവർക്ക് അത് സാധ്യമാകുന്നതാണ്. അവിവാഹിതരായിട്ടുള്ളവർക്ക് വിവാഹം നടക്കാനും അനാവശ്യ വാക്കുതർക്കങ്ങളോ വാദപ്രതിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നതും കൂടുതലായിട്ട് മറ്റുള്ളവരുടെ അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് വളരെ നന്നായിരിക്കും. യുക്തി സഹജമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് വിമർശനങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൂടുതൽ ദോഷപരിഹാരങ്ങൾ കുറയുന്നതിനും ഗുണാനുഭവങ്ങൾക്കുമായിട്ട് മഹാദേവന് ധാര, ക്ഷീരധാര, പക്കപ്പിറന്നാളുകളിൽ ക്ഷീരധാര പോലെയുള്ള വഴിപാടുകൾ നടത്തുന്നതും കൂവളാർച്ചന എല്ലാ ശനിയാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസവും പിന്നെ ദശാകാലവും ദശാന്തർകാലവും നോക്കിയിട്ട് ദശാകാലം നിങ്ങൾക്ക് ദോഷപ്രദനാണെങ്കിൽ അതനുസരിച്ചുള്ള മൂർത്തിയെ കൂടെ നിങ്ങൾ ഉപാസിക്കുന്നതും പ്രാർത്ഥനകൾ സ്വായത്തമാക്കുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും.